ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഫോട്ടോ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ്. അതുകൊള്ളാം, ഈ കട്ടയിൽ ഉറുമ്പരിക്കുന്നു. പാലക്കാട് സ്വദേശിയുടെ പണം കവർന്നു. 1,26,200 രൂപയാണ് നഷ്ടമായത്. UAE പോലീസ് എന്ന് പരിചയപ്പെടുത്തിയാണ് ജോലി വാഗ്ദാനം ചെയ്ത യുവാവിനെ ആദ്യം ബന്ധപ്പെട്ടത്. പിന്നീട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഫോട്ടോ വാട്സപ്പ് DP ആക്കി വിശ്വസിപ്പിക്കുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, എങ്ങനെയാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത്? സാധാരണ ഇതിലൊക്കെ ഞാൻ UAE പോലീസാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലുക്ക് വേണ്ടേ? UAE പോലീസിന്റെ ലുക്ക് പകരം കോഴിക്കോട് ജില്ലാ പോലീസ് കമ്മീഷണറുടെ ലുക്ക് കൊണ്ടാണോ ഇയാൾ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്? എന്താണ് സംഭവിച്ചത് അഭിജിത്ത്? അരുൺ, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് പ്രശ്നം. ഇവരൊക്കെ എന്തു പറഞ്ഞാലും വിശ്വസിക്കും. അതിന് കണക്കായി പണം അയച്ചു നൽകും എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എത്ര വാർത്തകൾ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അരുൺകുമാർ, എത്ര മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നിട്ടും ഇത്തരം തട്ടിപ്പുകളുടെ വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നുള്ളതാണ്. ആദ്യം അരുൺ സൂചിപ്പിച്ചതുപോലെ തീക്കട്ടയിൽ ഉറുമ്പോ എന്ന് ചോദിക്കേണ്ടി വരും. ഇദ്ദേഹം പാലക്കാട് അമ്പലപ്പാറ സ്വദേശിയാണ്. അവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരു യുവാവ് കൂടിയായിരുന്നു. അതിനിടയിലാണ് UAE നിന്നുള്ള പോലീസാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഇയാളെ ബന്ധപ്പെടുന്നത്. UAE നിങ്ങൾക്കൊരു ജോലി നൽകാം എന്നും ഇയാളെ അറിയിച്ചു. ഇതോടുകൂടി ഈ ജോലി ലഭിക്കുന്ന കേസാണ്. അതിനാൽ തന്നെ ഇയാൾ പൂർണ്ണമായും ഇയാളെ ഈ UAE നിന്ന് വിളിച്ച ആളെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതിനിടയിൽ ഒന്നുകൂടി ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി ഈ പ്രതി ചെയ്തൊരു കാര്യം, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ വാട്സപ്പ് ഫോട്ടോ അത് വാട്സപ്പ് DP ആക്കി അതിൽ നിന്നുകൂടി മെസ്സേജ് അയച്ചു. അപ്പോൾ ഏറെക്കുറെ ഇയാൾ പൂർണ്ണമായും തന്നെ ഈ പ്രതിയെ വിശ്വസിക്കുകയാണ്. അങ്ങനെ 1,26,000 രൂപ ഒരു തുടക്കം എന്ന നിലയിൽ ഈ പരാതിക്കാരൻ, ഈ തട്ടിപ്പിന് ഇരയായാൽ ഈ പ്രതിക്ക് അയച്ചു കൊടുക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഒരു വ്യാജ ഓഫർ ലെറ്റർ വരുന്നു, വ്യാജ വർക്ക് പെർമിറ്റ് വരുന്നു, വ്യാജ ടിക്കറ്റ് വരുന്നു. UAE പോകേണ്ടതിനാൽ തന്നെ പ്ലെയിൻ ടിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ അതും ഒരു വ്യാജ ടിക്കറ്റായി വരുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് ജോലിക്ക് വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് ഈ പരാതിക്കാരൻ മനസ്സിലാക്കുന്നത് എല്ലാം തട്ടിപ്പായിരുന്നു എന്ന്. പിന്നാലെ തന്നെ ഇയാൾ പോലീസിലെത്തി പരാതി നൽകുകയായിരുന്നു. ആ സമയത്ത് ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് 1,26,000 രൂപ നഷ്ടമായത്. അല്ലെങ്കിൽ കൂടുതൽ പണം മറ്റേയാൾ, അതായത് ഈ പ്രതി ചോദിച്ചതിന് ഇയാൾ അത് എടുത്തു കൊടുക്കുകയും ചെയ്തതിന്. നിലവിലേതായാലും അരുൺകുമാർ, സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ പല ആളുകളുടെ പേരിലും ഫോട്ടോയും പേരും ഒക്കെ ഉപയോഗിച്ച് വരും. അതിലൊന്നും വീഴരുത്. ഇതൊക്കെ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പണം നൽകുക എന്നുള്ളതാണ് ഈ തട്ടിപ്പുകാരെ ചെറുക്കാനുള്ള പ്രതിവിധി. തീർച്ചയായിട്ടും നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആട് മുതൽ ഇങ്ങോട്ട് മാഞ്ചിയം വരെ അല്ലെ, മാഞ്ചിയം മുതൽ ഇങ്ങോട്ട് എത്രയെത്ര തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ തട്ടിപ്പുകൾക്കെല്ലാം കുടപിടിച്ചുകൊണ്ട് ചില ആളുകൾ വരും. അവരൊക്കെ ചിലപ്പോൾ ചില ഫോട്ടോകൾ, മറ്റുള്ള പ്രശസ്ത വ്യക്തികളുമായിട്ടുള്ള ഫോട്ടോകൾ കാണിക്കും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അവരുമായിട്ടൊന്നും ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷന്റെ ഫോട്ടോ DP ആക്കിയായിട്ടാണ് ഇയാൾ ഇത് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. UAE പോലീസാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നിട്ട് ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. UAE പോലീസാണെന്നൊക്കെ പറഞ്ഞ മിനിമം ഒരു കോമൺ സെൻസ് വേണ്ടേ? UAE പോലീസ് കേരളത്തിൽ വന്ന് തട്ടിപ്പ് നടത്തുമെന്നൊക്കെ വിശ്വസിക്കുന്ന ചങ്ങാതിമാരെ എന്താ പറയുക? അവർക്ക് വേറെ പണിയുണ്ട്. ഇന്ത്യയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പോലീസിംഗ് സംവിധാനമാണ് UAE ഇവിടെയുള്ള മനുഷ്യർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത് തട്ടിപ്പ് നടത്തുന്നവരാണെന്നൊക്കെ ആലോചിക്കാൻ പോയ മനുഷ്യരെ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവർ പല രൂപത്തിലും വരും. മാനായി വരും, മാരീചനായി വരും. എതിർക്കേണ്ടതും ഇറങ്ങിപ്പോവാൻ പാടില്ലാത്തതും നമ്മളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പലതരം തട്ടിപ്പുകാർ നമ്മുടെ ചുറ്റുമുണ്ട്. ജാഗ്രത.